അസ്സലാമു അലൈക്കും. നമ്മളെ കൂറ്റനാട്ടെ കുടിയുടെ അവിടുത്തെ വെള്ളമാണ് ഇപ്പോൾ ഈ കാണുന്നത്. പാടത്ത് ഒതുങ്ങി ചവിട്ടലിൻ്റെ ഒപ്പം ചവിട്ടലിൻ്റെ മേലെ കയറിക്കുന്നു. ഇനി ഒരു 6-7 കൂടി കയറി കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ കയറും വെള്ളം. 2 വീടിൻ്റെയും 4 പറഞ്ഞ് ഞാൻ പോയി. ഇപ്പോൾ മൊത്തത്തിൽ പോയി നോക്കി. ഇനി വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തപ്പോൾ ചെയ്യുക? കാണല്ലാണ്ടപ്പോൾ ഒന്ന് നമുക്കൊന്നും തടുത്താൽ നിൽക്കണമല്ലോ. അള്ളാടെ ഓരോരോ പരീക്ഷണങ്ങൾ. ഇതിപ്പോൾ 3-ാം വട്ടമായി. ഇനി ഇതിനാലെ കയ്യായിരിക്കും. അള്ളാഹു ഇതിനാലെ അത് അവസാനിപ്പിക്കട്ടെ. എന്തപ്പോൾ ചെയ്യുക? നമ്മളെല്ലാം കാണാൻ പ്രകൃതിയുടെ ഓരോ വികൃതി. അല്ലാതെ എന്താ ജീവിതത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാണാനുള്ള ഒരു കാലം നമുക്കുണ്ടായി. നമ്മുടെ പറമ്പ് മൊത്തം അസക്കാടെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ അവരുടെ വീട്ടിലും അതെ. ഇത് തറവാടിൻ്റെ അവിടെ അതെ ചവിട്ടലിൻ്റെ ഏകദേശം ഒപ്പം എത്തിയിരിക്കുന്നു. ചവിട്ടലിൻ്റെ മേലെ കയറിയിരിക്കുന്നു അവിടെ. അപ്പോൾ അങ്ങനെയുള്ള വെള്ളമുണ്ട്. അതിൻ്റെ 4 പുറം പോയി. മോട്ടറൊക്കെ പിന്നെ ആളെയും കണക്കാക്കിയിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. വീടിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ അവർ റേക്കന്മാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പോയി കണ്ടപ്പോൾ സ്ഥിതിയാണ് ഇപ്പോൾ ഇത് നേരം നോക്കുമ്പോൾ. അവിടെ റോഡും വീടൊക്കെ ആകെ ഇനി ഒന്നും കൂടി വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീടിൻ്റെ ഉള്ളിൽ വെള്ളം കയറും. ആ കണ്ടീഷനിലായിരിക്കണം. റോഡാണ് ഇപ്പോൾ കാണുന്നത്. റോഡ് വഴി തറവാടിൻ്റെ അവിടുത്തെ വഴിയും അസക്കാടെ വീടിൻ്റെ അവിടെയും സൂര്യയുടെ വീടിൻ്റെ ആ ഭാഗമൊക്കെയാണ്. തീർത്താല റോട്ടിൽ കുരുവാടി. എന്തപ്പോൾ അവിടെ 3-4 വീട്ടുകാർക്ക് ഇപ്പോൾ വെള്ളത്തിൽ തന്നെയാണ്. 4-5 വീടുണ്ട് അവിടെ ആ പരിസരത്ത്. തോട്ടത്തിലുള്ള വെള്ളമാണ് ഇപ്പോൾ കാണുന്നതൊക്കെ.